ചെറുകഥ കറവപ്പശു. രചന ദിവാകരൻ പി കെ പൊന്മേരി. ശബ്ദം നൽകിയത് അനീഷ് പുലിയൂർ. കലങ്ങിയ കണ്ണുമായി അസ്തമയ സൂര്യൻ പടിഞ്ഞാറ് വിട പറയാൻ ഒരുങ്ങി നിൽക്കുന്നു. ആരും വരാനില്ലെന്നറിഞ്ഞുകൊണ്ടുതന്നെ ശ്രീദേവി ഉമ്മറപ്പടിയിൽ വഴിക്കണ്ണുമായി വെറുതെ നോക്കിയിരുന്നു. മടുപ്പിക്കുന്ന ഏകാന്തത തന്നെ ചുറ്റിവരിയുമ്പോൾ മധുരതരമായ ഓർമ്മകൾ ചികഞ്ഞെടുക്കുക ശ്രീദേവിയുടെ പതിവാണ്. പതിവില്ലാതെ പടിപ്പുരയ്ക്കടുത്തു വന്ന വാഹനത്തിന്റെ ശബ്ദം കേട്ട ശ്രീദേവി ആവേശത്തോടെ എഴുന്നേറ്റ് നിന്ന് നോക്കി. മങ്ങിയ വെളിച്ചത്തിൽ വടിവുത്ത വേഷത്തിൽ ഒരാൾ അടുത്തേക്ക് വന്നു. ശ്രീദേവിയല്ലേ? പുരുഷ ശബ്ദം പരിചിതമെങ്കിലും രൂപം ഒട്ടും പരിചിതമല്ല. ശ്രീദേവി, എന്നെ മനസ്സിലായോ? ശ്രീദേവിയുടെ ഉള്ളിൽ ഒരു മിന്നൽ പിണർ കടന്നുപോയി. ഒരു കാലത്ത് പരസ്പരം ഇഷ്ടപ്പെട്ട് വിധിയുടെ വിളയാട്ടത്തിൽ അകന്നുപോയ ദാമോദരൻ. ഇടത്തരം കുടുംബത്തിൽ വിശ്വനാഥനും ജാനകിക്കും കൂടി 4 കുട്ടികളുണ്ടായിരുന്നു. മൂത്തവൾ ശ്രീദേവി. 3 പെൺകുട്ടികളും ഏറ്റവും ഇളയത് ആൺകുട്ടിയുമായിരുന്നു. എത്ര വർഷമായി കണ്ടിട്ട്? എവിടെയായിരുന്നു? ഭാര്യയും മക്കളും സുഖമായിരിക്കുന്നോ? എന്താണ് ജോലി? തൻ്റെ മടുക്കും ഏകാന്തതയിൽ സംസാരം തന്നെ മറന്നുപോയ ശ്രീദേവി ഒറ്റ ശ്വാസത്തിൽ ആവേശത്തോടെ ചോദിച്ചു. ശ്രീ, അതൊന്നും പറയാതിരിക്കുന്നതാ നല്ലത്. ഞങ്ങൾ 2 മാസമേ ഒന്നിച്ച് ജീവിച്ചുള്ളൂ. അവൾക്ക് മാരകമായ ഒരു അസുഖം ബാധിച്ച് മരണപ്പെട്ടു. കുട്ടികളില്ല. മറ്റൊരു വിവാഹത്തിന് പലരും നിർബന്ധിച്ചു. എൻ്റെ മനസ്സിൽ അന്നും ഇന്നും ഒരാളേ ഉള്ളൂ. വിധി എന്നെ ഇങ്ങനെയാക്കി തീർത്തു. പിന്നെ ഒരു അലച്ചിലായിരുന്നു. പല നാട്ടിൽ പല ജോലി. അതുകൊണ്ട് അല്പം നേട്ടമുണ്ടായി. കുറച്ച് പണമുണ്ടാക്കി. ഇന്ന് 100-500 പരം പേർ എൻ്റെ കീഴിൽ ജോലി ചെയ്യുന്നു. തരക്കേടില്ലാത്ത ആസ്തി ഇന്നെനിക്കുണ്ട്. പക്ഷേ ദാമോദരൻ ഒരു ദീർഘനിശ്വാസത്തോടെ വാചകം മുഴുമിപ്പിക്കാതെ കണ്ണടയെടുത്ത് തൂവാല കൊണ്ട് കണ്ണു തുടച്ചു. അതിരിക്കട്ടെ, ശ്രീയുടെ കാര്യമൊന്നും പറഞ്ഞില്ല. ഭർത്താവ്, കുട്ടികൾ എത്ര? ഞാൻ കല്യാണം കഴിച്ചില്ല. ഏയ്, എന്തേ? അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. വെറുതെ തമാശ പറയല്ലേ ശ്രീ? അതെ, സത്യമാണ്. ദാമോദരനോടും സുഹൃത്തുക്കളോടും അച്ഛൻ കയർത്ത് സംസാരിച്ചത് വേലയും കൂലിയുമൊന്നുമില്ലാത്ത തെണ്ടികൾക്കൊന്നും എൻ്റെ മകളെ കൊടുക്കില്ല എന്ന് പറഞ്ഞ് കയ്യാങ്കളിയിലെത്തിയത് ദാമോദരനെ ഓർക്കുന്നു. അതെ, അതൊക്കെ എങ്ങനെ മറക്കും? ആകെ നിരാശനായ ഒടുവിൽ നാടുവിടുകയായിരുന്നു. തമിഴ്നാട്ടിൽ ഒരു തുണിമില്ലിൽ ജോലി കിട്ടി. അങ്ങനെ കുറേ അലച്ചിൽ. ഇടയ്ക്ക് ഒന്നുകൂടി പറയട്ടെ, ആ തുണിമില്ല് ഇന്ന് എൻ്റേതാണ് കേട്ടോ. അല്പം അഭിമാനത്തോടെ ദാമോദരൻ പറഞ്ഞു. നിങ്ങൾ പോയി അല്പസമയം കഴിഞ്ഞപ്പോൾ അച്ഛൻ കുഴഞ്ഞു വീണു. അപ്പോൾ തന്നെ മരണപ്പെട്ടു. കുറച്ചു നാൾ കഴിഞ്ഞ് അമ്മയും പോയി. അച്ഛൻ്റെ മരണം അമ്മയെ ആകെ തളർത്തിയിരുന്നു. പറക്കമുറ്റാത്ത 3 പേരുടെ ജീവിതം എൻ്റെ കയ്യിലായി. ജീവിതത്തിലെ കൊടുങ്കാറ്റിലും പേമാരിയിലും എൻ്റെ ചിറകിനടിയിൽ സുരക്ഷിതരായിരുന്നു ആ 3 പേരും. ഇന്ന് 3 പേരുടെയും കല്യാണം കഴിഞ്ഞ് വിദേശത്താണ്. ഇളയവൻ ദുബായിൽ. അവനാണ് എന്നോട് അല്പമെങ്കിലും അലിവ്. പല പ്രാവശ്യം ദുബായിൽ കൊണ്ടുപോകാമെന്ന് പറഞ്ഞിരുന്നു. അവൻ്റെ ഭാര്യയ്ക്ക് ഇഷ്ടമല്ല. അല്ലെങ്കിലും എനിക്കൊട്ടും താല്പര്യവുമില്ല. എല്ലാവരെയും കരകയറ്റിയപ്പോൾ ശ്രീദേവി ഒറ്റപ്പെട്ടു അല്ലേ? ഏയ്, അങ്ങനെയൊന്നുമില്ല. അച്ഛനും അമ്മയും പോയപ്പോൾ അവരെൻ്റെ മക്കളായി. ചേച്ചിയമ്മ എന്നായിരുന്നു വിളിച്ചിരുന്നത്. പക്ഷേ ഇടയ്ക്ക് ശ്രീദേവി ഒന്ന് നിർത്തി. താഴേക്ക് നോക്കി മിണ്ടാതിരുന്നു. പറയൂ ശ്രീദേവി, എന്താ ഒരു പക്ഷേ? ഒന്നുമില്ല. ഇന്നവർക്ക് എന്നെ വേണ്ട. ഒരു കാലത്ത് 3 പേർക്കും ഞാൻ ചോറ് വാരിക്കൊടുക്കണമായിരുന്നു. ഇന്നവർ വലുതായി. ഭാര്യയുടെയും ഭർത്താക്കന്മാരുടെയും വാക്കുകൾക്കനുസരിച്ചല്ലേ പറ്റൂ. മനസ്സിലായി. ശ്രീദേവി ഇന്ന് മൂദേവിയായി അല്ലേ? ശ്രീദേവി ഒന്നും പറഞ്ഞില്ല. വന്നിട്ട് കുറേ നേരമായില്ലേ? നിങ്ങൾ പോകുന്നില്ലേ? പൂവാലന്മാർ പടിപ്പുരയിൽ വരാറായി. വെറുതെ ചീത്തപ്പേര് സമ്പാദിക്കണ്ട. കണ്ടതിൽ സന്തോഷം. എന്താ ശ്രീദേവി, തെളിച്ചു പറയൂ. ഏയ്, ഒന്നുമില്ല. പടിപ്പുരയിൽ ചില ഞരമ്പ് രോഗികൾ വിളിച്ചു കൂവും. വരട്ടെ എന്ന്. പോരുന്നോ? പൊന്നുപോലെ നോക്കാം എന്നൊക്കെ. എനിക്കിപ്പോൾ ശീലമായി. പാവങ്ങളാ, ഒരാശ്വാസം കിട്ടുമ്പോൾ അവർ പോകും. വേറെ ഉപദ്രവമൊന്നുമില്ല. ദാമോദരൻ ദീർഘമായ ആലോചനയിൽ മുഴുകി. ശ്രീദേവി എന്തുകൊണ്ട് കല്യാണത്തെപ്പറ്റി ചിന്തിച്ചില്ല? എല്ലാവരും കരകയറിയപ്പോൾ പലരും നിർബന്ധിച്ചു.
അല്പം പ്രായമുള്ള പണക്കാരനുമായി കല്യാണം ഉറപ്പിച്ചു. അതറിഞ്ഞപ്പോൾ വിദേശത്ത് നിന്ന് എല്ലാവരും എത്തി. അത് മുടക്കി. ശരിയാ, അവരുടെ ഇന്നത്തെ അന്തസ് നോക്കണ്ടേ? അത്രയ്ക്ക് ഞാൻ ആലോചിച്ചില്ല. ഒറ്റയ്ക്കുള്ള ജീവിതം എടുത്തപ്പോൾ തോന്നിയ അബദ്ധം. ശ്രീദേവി പഴയ ഓർമ്മയിലേക്കൊന്ന് ഊളിയിട്ടു. വയസ്സുകാലത്ത് ഓരോ പുതിയെ മൂത്തവൾ മുഖത്തു നോക്കി പറഞ്ഞപ്പോൾ എന്നോട് തന്നെ ലജ്ജ തോന്നിപ്പോയി. അല്പമെങ്കിലും നാണമുണ്ടോ നിങ്ങൾക്ക്? ഞങ്ങളെ ഓർത്തോ? നാണം കെടുത്താനായിട്ട് ചന്ദ്രേട്ടൻ പറഞ്ഞപ്പോൾ ഞാൻ നാണം കെട്ടുപോയി. ഞങ്ങൾക്ക് ലീവില്ലാഞ്ഞിട്ട് പോലും പെട്ടെന്ന് വരാൻ കഴിഞ്ഞത് ഭാഗ്യ. അല്ലെങ്കിൽ ദൈവമേ, ചിന്തിക്കാൻ തന്നെ വയ്യ. എന്തിനാ ചേച്ചി ഇപ്പോൾ ഇങ്ങനെ ഒരു തീരുമാനം? ഇതറിഞ്ഞ ശോഭ എന്നെ അവിടെ ഇരുത്തി പൊറുപ്പിക്കുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ വന്നത്. എന്താന്ന് വെച്ചാൽ ചേച്ചി തീരുമാനിച്ചോളൂ. എനിക്കൊന്നേ പറയാനുള്ളൂ, ഞങ്ങളെ ഒന്നിനും മേലാൽ നോക്കണ്ട, അത്രയേ ഉള്ളൂ. ഇന്ന് തന്നെ എനിക്ക് തിരിച്ച് ദുബായിലേക്ക് പോകണം. ഇളയവൻ. എന്താ ശ്രീദേവി ചിന്തിക്കുന്നത്? ഏയ്, ഒന്നുമില്ല. എങ്കിൽ ശ്രീദേവി ഇനി ഒന്നും ചിന്തിക്കണ്ട. പെട്ടെന്ന് ഡ്രസ് മാറി എന്നോടൊപ്പം വരണം. വന്നേ പറ്റൂ. ശ്രീദേവിയുടെ മനസ്സിൽ 1000 പൂത്തിരി കത്തി. നട്ടലുള്ള ആണൊരുത്തൻ്റെ വിളിയിൽ സംരക്ഷണത്തിൻ്റെ തണലിൽ അല്പനേരം 18കാരിയായി മാറി. ഓഹോ, അല്ലെങ്കിൽ പിടിച്ചു കെട്ടി കൊണ്ടുപോകുമോ? പിന്നല്ലാതെ. എന്താ സംശയമുണ്ടോ? ഇല്ലേ, അടിയൻ കീഴടങ്ങിയേ. ഇതാ ഇപ്പോൾ വരാം. എൻ്റെ രാജാവ് അല്പം വിശ്രമിച്ചാലും, ഇവിടെ അസൗകര്യമുണ്ടെങ്കിൽ പല്ലക്കിൽ വിശ്രമിച്ചാലും. പടിഞ്ഞാറ് അസ്തമയ സൂര്യൻ തികഞ്ഞ ശാന്തതയോടുകൂടിയും സമാധാനത്തോടെയും മയങ്ങാൻ പതിയെ കണ്ണുകൾ ചിമ്മി. പടിപ്പുരയിൽ നിന്ന് വില കൂടിയ കാർ മയിൽവാഹനമായി കുതിക്കാൻ തയ്യാറായി നിൽപ്പുണ്ടായിരുന്നു. അവസാനമായൊന്ന് തിരിഞ്ഞു നോക്കി ശ്രീദേവി കാറിലേക്ക് കയറി. കാതിലപ്പോൾ കൊട്ടും കുരവയും നിറഞ്ഞു നിന്നു.